ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഞാനിന്ന് ഈ ഇട്ടേക്കുന്ന കോട്ട് സെറ്റിൻ്റെ ഡിസൈനിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ടോപ്പ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഡെൽറ്റ ക്രഷ് എന്നുള്ളൊരു ക്ലോത്താണ് എടുത്തേക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ മാത്രം ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ബാക്ക് പോർഷനിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നില്ല. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, കട്ടിയുള്ള തുണിയാണ്. പക്ഷേ നൂലിങ്ങനെ അറ്റങ്ങളിൽ നിന്ന് നൂലിങ്ങനെ ഇളകുന്ന ടൈപ്പ് ആയതുകൊണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ ഒരു ബലം കിട്ടാനായിട്ട് ഞാൻ ക്ലോത്ത് ലൈനിങ് ഫ്രണ്ടിൽ മാത്രം വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് എടുത്തു കൊടുക്കുന്നുണ്ട്. ബാക്ക് പോർഷനിൽ ഞാൻ കോളർ നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഒരു വി ഷേപ്പിൽ വന്ന് എൻഡ് ചെയ്യുന്നത് പോലെ, ബാക്കിൽ മാത്രം കോളർ വരുന്നതിനാണ് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഷേപ്സ് മാർക്ക് ചെയ്യുകയാണ്. ഒരു 9 ഇഞ്ചസും 14 ഇഞ്ചസും 21 ഇഞ്ചസും വെച്ചിട്ട് ഓരോ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് ആദ്യം എടുത്തു കൊടുത്ത 10 ഇഞ്ചിൽ നിന്നും ഓരോ ഇഞ്ച് വീതം കുറച്ച് വേസ്റ്റിൻ്റെ അവിടെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേസ്റ്റിൻ്റെ അവിടെ വീണ്ടും 10 ഇഞ്ച് തന്നെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്യുകയാണ്. പിന്നെ ഒരു തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ പോയിൻറ്റ്സിൽ നിന്നും 2 ഇഞ്ച് കൂടെ വീതി കൂട്ടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ താഴെ ഒരു ക്ലോസ്ഡ് പാറ്റേൺ ആണ്, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു എ ലൈൻ പോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റ്സിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ബാക്ക് നെക്ക് 2 ഇഞ്ച് ഇറക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് ഒരു 6 7 ആണ്. ഞാൻ 7 കൊടുത്തത്. കുറച്ച് ഇറക്കം കുറവ് മതിയെങ്കിൽ 6 മതി. പിന്നെ ബാക്ക് നെക്കും കോളറ് നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് ചെയ്ത പോലെ ടൈപ്പിൽ കോളർ ഇരിക്കണമെങ്കിൽ അവിടെ നമ്മൾ ഒരു 2 ഇഞ്ച് വേണ്ട, 1 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. ഞാൻ 2 ഇഞ്ച് കൊടുത്തു. പിന്നെ ഞാൻ നെക്കിൻ്റെ പോർഷൻസൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ബാക്ക് പോർഷൻ സെപ്പറേറ്റ്, ഫ്രണ്ട് പോർഷൻ സെപ്പറേറ്റും ആണ്. പിന്നെ ആ ടോപ്പിൻ്റെ ഇറക്കവും ബാക്ക് കുറച്ച് ഇറക്കി എടുക്കുന്നുണ്ട്, ഫുൾ ലെങ്ത് എടുക്കുന്നുണ്ട്. ഫ്രണ്ട് 1 ഇഞ്ച് കുറച്ചാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു ബാക്ക് കുറച്ച് ഇറങ്ങിയ ടൈപ്പ് ടോപ്സ് ഇറങ്ങുന്നുണ്ടല്ലോ, ആ ടൈപ്പിൽ ബാക്ക് ഇറക്കി ഫ്രണ്ട് ക്ലോസ് ചെയ്യും. കാരണം കോട്ട് സെറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഞാൻ എടുത്തത്. കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്തുമായിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ വി നെക്കിൻ്റെ പോർഷൻ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഒന്നുകൂടെ അതൊന്ന് നെക്കിൻ്റെ അവിടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. എന്നിട്ട് ഷോൾഡർ രണ്ടും ബാക്കും ഫ്രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് കോളറ് മാർക്ക് ചെയ്യേണ്ട മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിലേക്ക് മടക്കിയിട്ടിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 3 ഇഞ്ച് ഇറക്കി ഒന്ന് മാർക്ക് ചെയ്യുക. അത്രയും വരെ മതി നമുക്ക് കോളറ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് മെഷർ ചെയ്യുക. എനിക്ക് 8 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ ഡബിള്, അപ്പം 16 ഇഞ്ചസാണ് നമുക്ക് കോളർ ലെങ്ത് വേണ്ടത്. കുറച്ചുകൂടെ ഷാർപ്പായിട്ട് കോളറിൻ്റെ എഡ്ജസ് വരണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കൂട്ടിയെടുക്കുന്നത്. ഞാൻ മൊത്തം ഒരു 20 ഇഞ്ചസൊക്കെ ഉള്ള ക്ലോത്താണ് എടുത്തത്. അപ്പോൾ കുറച്ചുകൂടെ ഒരു കർവ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ആ 9 ഇഞ്ച് 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് താഴേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് ചരിച്ച് വെട്ടിക്കൊടുക്കുക. അപ്പോൾ ആ ചരിവ് കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ക്ലോത്ത് എടുത്തത്, ഒരു 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തത്. പിന്നെ ആ 8 ഇഞ്ചിന് പകരം നമുക്കിവിടെ ഒരു തയ്യൽ തുമ്പോട് ചേർത്ത് ഒരു 9 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് മാർക്ക് ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ വീതി കൂടിയ വശത്തു നിന്ന് നമ്മൾ 2 പീസ് ക്ലോത്തും കൂടെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. അരിക്കും പിന്നെ ആ വീതി കൂടിയ മുകളിൽ വരുന്ന കോളറിൻ്റെ മുകളിൽ വരുന്ന ഭാഗം മാത്രം ജോയിൻ ചെയ്തെടുത്തു. എന്നിട്ട് നമ്മളത് മറിച്ചിട്ട് കൊടുത്തപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കോളർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ കോളർ ചെയ്യുമ്പോൾ ഇതിൽ സ്ട്രൈസിങ് പേപ്പർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് കോളർ കുറച്ചുകൂടെ സ്റ്റിഫായിട്ടിരിക്കും. പക്ഷേ എനിക്ക് ഈ ക്ലോത്ത് അങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന ക്ലോത്ത് ആയതുകൊണ്ട് കോളർ മാത്രം ഇങ്ങനെ സ്റ്റിഫായിട്ടിരിക്കുന്ന ഒരു വൃത്തികേടായിരിക്കും. അതുകൊണ്ട് ഞാൻ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് കോളറിൻ്റെ സെൻറ്റർ പോർഷൻ മടക്കി വെച്ചിട്ടൊരു കട്ട് കൊടുക്കുക. അതിൽ നിന്ന് നമ്മുടെ നെക്കിൻ്റെ നെക്കിലെ സെൻറ്റർ പോർഷനുമായിട്ട് കറക്റ്റ് ജോയിൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഊത്തി കൊടുക്കുക. അവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് എൻഡിൽ നിന്ന് ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് തുടങ്ങിയാലും മതി. അവിടെ നിന്ന് തുടങ്ങിയിട്ട് അടുത്ത എൻഡ് വരയ്ക്കും ഈ കറക്റ്റ് ആ സെൻറ്റർ പോർഷൻ കറക്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കോളറുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ആ ബാക്ക് പോർഷനാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് പോർഷൻ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല വശവും കൂടെ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് രണ്ടും ഉള്ളിലേക്ക് കിട്ടും. അവിടെ നമ്മളിനി ഈ ഫ്രണ്ട് പോർഷൻ കിട്ടുന്ന എക്സ്ട്രാ നിൽക്കുന്ന ആ ക്ലോത്തിന് ഈ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വെച്ചിട്ട് മടക്കി ഇങ്ങനെ
ക്ലോസ് ചെയ്ത് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് എക്സ്ട്രാ വേറെ ഒരു ക്ലോത്തൊന്നും നമുക്കവിടെ അവിടുത്തെ ആ തയ്യൽത്തുമ്പ് ക്ലോസ് ചെയ്യാനായിട്ടൊന്നും വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പം നമ്മൾ ബാക്ക് പോർഷൻ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. കറക്റ്റ് ആ എൻഡ് നമ്മൾ 3 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് 2 സൈഡിലും അവിടെ തന്നെ കറക്റ്റ് എൻഡ് രണ്ടും ഒരുപോലെ വരത്തക്ക രീതിയിൽ എൻഡും പിൻ ചെയ്ത് സെൻറ്ററും പിൻ ചെയ്തിട്ട് കറക്റ്റ് അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ബാക്ക് കറക്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഫ്രണ്ട് നമ്മൾ ജസ്റ്റ് അത് ഈ തയ്യൽത്തുമ്പെല്ലാം കൂടി ഇങ്ങനെ മടക്കി മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് കറക്റ്റ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് അടിച്ചു കൊടുക്കുന്നതാണ്. ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കോളറിൻ്റെ രണ്ട് എൻഡും വരുമ്പോൾ സൂക്ഷിക്കുക, അവിടെ എന്തൊക്കെ പുറത്ത് എന്തെങ്കിലും തള്ളി നിൽക്കുന്നതൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ മടക്കി വെച്ച് ജസ്റ്റ് ക്ലോസ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് കോളർ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കോളറാണ്. നമ്മൾ ട്രേസിങ് പേപ്പർ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് ഹാർഡായിട്ടിരിക്കും ആ കോളറിൻ്റെ പോർഷൻ. അപ്പോൾ നമുക്ക് ഇച്ചിരി ആ തയ്യൽ മടക്കമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ വൃത്തികേടായിട്ട് വരും. എന്നാലും നമുക്ക് കോട്ടൺ ക്ലോത്ത് ആണെങ്കിൽ അത് വെച്ച് ചെയ്യുമ്പോൾ ഭംഗിയായിട്ടിരിക്കും. ഇത് ഇച്ചിരി കുഴഞ്ഞു കിടക്കുന്ന തുണിയായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഭംഗി. അടുത്ത് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഫ് സ്ലീവ്സ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എലാസ്റ്റിക് അല്ലാതെ ജസ്റ്റ് പ്ലീറ്റ്സ് എടുത്ത് കൊടുത്ത് താഴെയും മുകളിലും പ്ലീറ്റ്സ് എടുത്ത് കൊടുത്തിട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനുവേണ്ടി 2 പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 5 ഇഞ്ച് വീതം ആ മടക്കിയ വശത്തുനിന്ന് 5 ഇഞ്ച് വീതം താഴെയും മുകളിലും ഒരുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാലും കുഴപ്പമില്ല. അത്രയും ഭാഗത്ത് നമുക്ക് പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ഫുൾ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഫുൾ എടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഫുൾ വീതിയിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്നതൊക്കെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം. എന്നിട്ട് മുകളിൽ നമുക്ക് ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തുനിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഈ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തവിടത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വളച്ച് മാർക്ക് ചെയ്യുക. അതായത് സ്ലീവ്സിന് നമ്മൾ ചെയ്യുന്ന പോലെ സെൻട്രൽ പോർഷൻ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് വളച്ചതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മുകളിലും താഴെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്ത് ജസ്റ്റ് ഒരു കട്ട് കൊടുക്കുക. അത് നമുക്ക് അത്രയും ഭാഗത്ത് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ താഴെ ഈ ക്ലോത്ത്സ് ഞാൻ എടുത്ത വീതിയുടെ അത്രയും ഫുൾ വീതി തന്നെ താഴെയും എടുത്തിട്ടുണ്ട്. താഴെ നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു പടി പോലെ വെച്ച് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കി മടക്കി പ്ലീറ്റ്സ് എടുക്കുക. ആ വെട്ട് അവിടെ കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും 2 സൈഡിലും ആ കട്ടിൻ്റെ അവിടെ വരെ പ്ലീറ്റ്സ് കൊടുക്കുക. താഴെ അതുപോലെ തന്നെ നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുമ്പോഴെല്ലാം നമ്മുടെ ആം റൗണ്ട് ചെക്ക് ചെയ്യണം. നോർമലി എനിക്ക് 16 വേണ്ടത്. 16 ടു ഇതിന് എനിക്ക് 18 വരുന്നുണ്ട്. അപ്പോൾ അത്രയും നമ്മുടെ പ്ലീറ്റ്സ് എടുത്ത് കഴിഞ്ഞിട്ട് അത്രയും തന്നെ ഉണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ ഒരു പ്ലീറ്റ്സ് എന്തെങ്കിലും നമ്മൾ പിരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. താഴത്തെ പ്ലീറ്റ്സ് നമുക്ക് ഇച്ചിരി കൂടുതൽ എടുക്കാൻ പറ്റും. കാരണം താഴെ നമ്മൾ നല്ല വീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ നമുക്ക് മെഷർ ചെയ്തിട്ട് അത്രയും നീളത്തിലുള്ള പടി എടുത്തിട്ട് നല്ല വശവും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഈ പടി നമുക്ക് കുറച്ചുകൂടെ വീതിയിൽ വേണമെങ്കിൽ എടുക്കാം, കുറച്ചുകൂടെ തിന്നായിട്ടും വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മുകളിലും 2 സ്ലീവ്സും പ്ലീറ്റ്സ് സെപ്പറേറ്റ് എടുത്തിട്ടാണ് ആം റൗണ്ടിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. മടക്കി അടിക്കുന്ന പടിക്ക് എത്ര വീതി വേണോ അത്രയ്ക്ക് നമുക്ക് എടുക്കാം. കുറച്ച് വീതി കുറച്ചാണെങ്കിലും മതി. ചിലർക്ക് ഇച്ചിരി കൂടെ വീതിക്ക് ഉള്ള ക്ലോത്ത് എടുത്താലും അതനുസരിച്ച് മടക്കി വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതിയാവും. എക്സ്ട്രാ വരുന്ന പോർഷൻസ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ടോപ്പിൻ്റെ കൂടെ ഒരു പലാസോ മോഡൽ പാൻറ്റാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. ഈ സെയിം ഫാബ്രിക് തന്നെയാണ് അതും. അതിൻ്റെ ഈ ഡിസൈനും സെയിമാണ്. ക്ലോത്തിൻ്റെ കളറ് വൈറ്റിന് പകരം ആ പോർഷനിൽ ബ്ലാക്കാണ്. അപ്പോൾ നമുക്കത് കറക്റ്റ് കോട്ട് സെറ്റിന് എനിക്ക് കോൺട്രാസ്റ്റായിട്ട് പെയർ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. സെയിം ഫാബ്രിക് തന്നെ നമുക്ക് വേണമെങ്കിൽ ടോപ്പും ബോട്ടവും ആയിട്ട് സെറ്റ് ചെയ്യാം. പക്ഷെ എനിക്ക് കോൺട്രാസ്റ്റാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കോൺട്രാസ്റ്റായിട്ടുള്ളൊരു പാൻറ്റ് ഡിസൈൻ ചെയ്യുന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ്. സ്ലീവ്സ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സ്ലീവ്സ് റെഡി ആയി കഴിഞ്ഞാൽ ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്യുക. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിനോടൊപ്പം പെയർ ചെയ്യാനായിട്ട് കോൺട്രാസ്റ്റോടുള്ള പലാസോ പാൻറ്റാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോപ്പ് പോർഷനിൽ ഒരു 4 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ എലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടി അവിടെ തന്നെ മടക്കി അടിക്കാനാണ്. പ്രത്യേകിച്ച് പടി എടുക്കുന്നില്ല. പിന്നെ ക്രോച്ച് ലെങ്ത് മാക്സിമം ഇറക്കുന്നുണ്ട്. 4 ഇഞ്ചിൽ നിന്ന് താഴേക്ക് 12 ഇഞ്ചൊക്കെ. എന്നിട്ട് താഴത്തെ വിഡ്ത്തും മാക്സിമം ഫുൾ വിഡ്ത്ത് കൊടുക്കുന്നുണ്ട്. 15 ഇഞ്ചാണ് ക്ലോത്തിൻ്റെ വീതി. അത് ഫുൾ എടുക്കുന്നുണ്ട് മാക്സിമം പ്ലീറ്റ്സിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത പോർഷൻ ആ ക്രോച്ച് ലെങ്തിൻ്റെ അവിടെ വരെ ജസ്റ്റ് 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ മുകളിൽ നമ്മൾ എലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എലാസ്റ്റിക്കിൻ്റെ വീതി എത്രയാണോ അത് വെച്ചിട്ട് ആ എലാസ്റ്റിക് കയറുന്ന അത്ര വീതിക്ക് കറക്റ്റായിട്ട് മടക്കി അടിച്ചു കൊടുക്കുക. എന്നിട്ട് എലാസ്റ്റിക് കൂടെ ഇട്ട് കൊടുക്കുക. ഈ പലാസോ പാൻറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ ബേബിക്കും ഇതുപോലൊരു പാൻറ്റും ടോപ്പും ചെയ്യുന്നുണ്ട്. ഫ്രിൽഡ് ഫ്രോക്കാണ്. അതുകൂടെ ഇപ്പോൾ ആഡ് ചെയ്താൽ നമുക്ക് വീഡിയോയുടെ ലെങ്ത് ഒരുപാടായിപ്പോവും. അതുകൊണ്ട് അതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.